ബംഗ്ലാദേശിൽ എന്താണോ സംഭവിച്ചത് അതേ രൂപത്തിൽ തന്നെയാണ് ഇന്ന് ബംഗാളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു ഡമ്മിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് എങ്ങനെ ഹൈന്ദവ വംശഹത്യ നടത്താം എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മൈക്രോ ഫിനാൻസിൽ നോബൽ സമ്മാനം കിട്ടിയ ഒരു നേതാവ് മുഹമ്മദ് യൂനസിന് എങ്ങനെയും ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കി അധികാര കസേരയിൽ കയറിയിരിക്കണമായിരുന്നു. ഡമ്മി ഇടക്കാല സർക്കാരിന്റെ നേതാവായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭമായി സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങിയ ഒരു കുഞ്ഞു പ്രതിഷേധം ഒടുവിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊല ചെയ്യുന്നതിലേക്ക്, നൂറുകണക്കിന് പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യുന്നതിലേക്ക്, ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നതിലേക്ക്, അങ്ങനെ നോക്കി ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ നിരാലംബരായി നിസ്സഹായരായി മാറുന്നതിലേക്ക് നയിച്ചു. അതേ രൂപത്തിൽ തന്നെയാണ് ഇന്ന് ബംഗാളിലും നടക്കുന്നത്. വഖഫ് വിരുദ്ധ പ്രക്ഷോഭമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്നത്. ഈ വിഷയം എന്തുകൊണ്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്? ഇവിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എന്ത് പറഞ്ഞിട്ടായിരുന്നു തുടങ്ങിയത്? വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണല്ലോ. അവിടെ എങ്ങനെയാണ് ബെന്നയുടെയും മൗദൂദിയുടെയും ചിത്രങ്ങൾ വരുന്നത്? എങ്ങനെയാണ് ഹമാസ് ഭീകരന്മാരുടെ ചിത്രങ്ങൾ അവിടെ വരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ലോക നേതാക്കളാകുന്ന തീവ്രവാദി നേതാക്കളുടെ ചിത്രങ്ങൾ എങ്ങനെയാണ് വഖഫ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ സമരത്തിൽ ഉയരുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ഈ കേരളക്കരയിലും ഇവർ ഉദ്ദേശിക്കുന്നത് ബംഗ്ലാദേശിൽ ഇവർ പയറ്റി വിജയിച്ച, ബംഗാളിൽ ഇവർ വിജയിച്ച അതേ സമരമുഖം തന്നെയാണ് ഇവർ നമ്മുടെ നാട്ടിൽ ഈ കേരളക്കരയിലും തുറന്നിരിക്കുന്നത്. അത് വിജയിക്കാതെ പോയത് സംഭാലിൽ മാത്രമാണ്. സംഭാലിൽ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ നടക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ഒരു കൂട്ടം പ്രക്ഷോഭകാരികൾ ഇറങ്ങിത്തിരിക്കുന്നു. ജഡ്ജിന്റെയും പോലീസിന്റെയും ആർമിയുടെയും ഒക്കെ വാഹനങ്ങൾക്ക് തീയിടുകയും അവരെ ഉപദ്രവിക്കുകയും കല്ലെറിയുകയും അല്ലാഹു അക്ബർ എന്ന് മുഴക്കി ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുമ്പോൾ ഇവർ പേടിച്ചോടുമെന്ന് വിചാരിച്ചോ? അവർ അവിടെ തന്നെ നിന്നു. കാരണം അത് UP ആയതുകൊണ്ട്. യോഗി ആദിത്യനാഥ് വേരിൽ തളം വെച്ചു. ആരാണ് ഇവിടെ ഇത്രയും പ്രക്ഷോഭം ഉണ്ടാക്കുന്നത്? പ്രക്ഷോഭകാരികളുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടച്ചു. അതില് കുറെ എണ്ണത്തിനെ നെഞ്ചിൽ ഓട്ടയിട്ട് മൂക്കിൽ പഞ്ഞി വെച്ച് നിരത്തി കിടത്തി വെള്ളത്തുണിയിൽ പുതപ്പിച്ച്, അപ്പോഴേക്കും മറ്റുള്ളവർക്ക് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടും ഒതുങ്ങി. ഇവിടെ ബംഗാളില് വഖഫ് വിരുദ്ധ സമരമാണ് എന്ന് പറഞ്ഞ് ഇവർ നയിക്കുന്ന സമരം എന്തിലേക്കാണ് പോകുന്നത്? ദിവസം 10ഓളം ഹിന്ദുക്കളെ കൊല്ലണം. ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയാ. അമ്പലങ്ങൾക്ക് തീയിടണം, റെയിൽവേ സ്റ്റേഷനുകൾ അഗ്നിക്ക് ഇരയാക്കണം, എയർപോർട്ടുകൾ കത്തിക്കണം, വാഹനങ്ങൾക്ക് തീയിടണം, നിങ്ങൾ കലാപം അഴിച്ചുവിടണം. അതല്ലാതെ പരാതിയും കോടതിയും പോലീസ് സ്റ്റേഷനുമായി പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല. ഒരു കോൺഗ്രസ് നേതാവ്, ഒരു മേയറായിരുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിശബ്ദമായി അത് കണ്ട് ആസ്വദിക്കുന്ന മമതാ ബാനർജി. ബംഗ്ലാദേശിൽ നിന്നും ധാരാളം ആളുകൾ കുടിയേറി വന്നിട്ടുണ്ട് ബംഗാളിൽ. അവർക്ക് വ്യാജരേഖകളും യഥേഷ്ടം ലഭിച്ചിട്ടുണ്ട്. അവരുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് വേണം അധികാര കസേരയിൽ തൃണമൂൽ കോൺഗ്രസിന് അമർന്നിരിക്കാൻ. രാജ്യത്ത് ഒരു പൊതുനിയമം രാജ്യസഭയും ലോക്സഭയും കടന്ന് രാഷ്ട്രപതിയുടെ ഒപ്പും വാങ്ങി ഒരു നിയമം പാസ്സാക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ പറയാണ് ഇവിടെ അത് നടക്കില്ല എന്ന്. നടക്കുന്ന സംഗതിയാണോ? അത് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെട്ടതല്ല.
എന്നാലും ജനങ്ങളെ കയ്യിലെടുക്കാനും വോട്ട് ബാങ്ക് പ്രീണനവും മതപ്രീണനവും മത തീവ്രവാദികളോടുള്ള മൃദു സമീപനവും ഇവർക്ക് വോട്ട് ബാങ്കാക്കി എങ്ങനെ മാറ്റാമെന്ന് അവർ പഠിപ്പിക്കുകയായിരുന്നു നാടിനെ. ഇരട്ടത്താപ്പ് നയവുമായി രംഗത്ത്. കലാപം അതിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ വീണ്ടും മമതാ ബാനർജിയുടെ ഇരട്ടത്താപ്പ് നയവുമായി രംഗത്ത്. കലാപം അതിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ പോലും ബംഗാളിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ മമത ചെറുവിരൽ പോലും അതിനെതിരെ അനക്കും. ബംഗ്ലാദേശിലും ഹിന്ദുക്കൾക്കെതിരെയായിട്ടു മാറിയ സംവരണ വിരുദ്ധ പ്രക്ഷോഭം അതേപോലെ തന്നെ ബംഗാളിലും ഹിന്ദുക്കൾക്കെതിരെ തിരിയാൻ ഒരു ദിവസം 10 ഹിന്ദുക്കളെ കൊല്ലണം എന്ന രൂപത്തിൽ കലാപ ആഹ്വാനം മുഴക്കുന്നതിലേക്ക് കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു ബംഗാളിലും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷത്തിൽ കലാപം നിർത്താൻ ആഹ്വാനം ചെയ്തെങ്കിൽ പോലും വീണ്ടും സ്ഥിതിഗതികൾ വഷളാവുകയാണ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി അവർ വീണ്ടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മമത. എന്നാൽ മുസ്ലിങ്ങളോട് വഖഫിനെ പിന്തുണയ്ക്കരുതെന്നും നിങ്ങൾക്കൊപ്പമാണ് ഞാനെന്നുമാണ് മമത പറയുന്നതും. ഇത്തരത്തിൽ പറയുന്നത് വഴി കലാപത്തിന് ആക്കം കൂട്ടാൻ ഇത് വളം വെച്ച് കൊടുക്കുകയാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ. അതായത് മമത പറയുന്നു വഖഫ് ബിൽ ഇവിടെ നടക്കില്ല എന്ന്. സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾക്ക് കുറച്ചും കൂടി സമാധാനമായി, അവര് കുറച്ചുകൂടി കലാപകാരികളായി ഉഗ്ര അക്രമങ്ങൾ ഇവർ അഴിച്ചുവിടും. കാരണം സംസ്ഥാന സർക്കാർ നമ്മുടെ കൂടെ നിൽക്കുമല്ലേ. വിലയിരുത്തപ്പെടുന്നത് മമതയുടെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നത്. കൂട്ടുനിൽക്കുന്നതും മമത തന്നെയാണ്. മതത്തിന്റെ പേരിൽ മതവിരുദ്ധ കളികൾ നടത്തരുതെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ നിയമം കയ്യിലെടുക്കരുതെന്നുമാണ് മമത ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മമതയുമായി ബന്ധപ്പെട്ട് മതവിരുദ്ധമായ കളികൾ കളിക്കരുത്. ധർമ്മം എന്നാൽ ഭക്തി, വാത്സല്യം, മനുഷ്യത്വം, സമാധാനം, സൗഹൃദം, അതുപോലെ സംസ്കാരം, ഐക്യം എന്നിവയാണ്. മനുഷ്യരെ സ്നേഹിക്കുക എന്നത് ഏതൊരു മതത്തിന്റെയും ഏറ്റവും ഉയർന്ന പ്രകടനങ്ങളിൽ ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു, പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, എന്തിനാണ് കലാപങ്ങൾ നടത്തുന്നത് എന്നതാണ് മമതാ ബാനർജി ചോദിക്കുന്നത്. അനുവാദത്തോടെ സമാധാനപരമായി എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ ഒന്ന് പ്രീണിപ്പിച്ച് അടുത്ത തവണ കൂടി അധികാരം ഒന്ന് കിട്ടിയിട്ട് വേണം ഇവർ ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ ചെയ്യാൻ. ഇപ്പോ കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ അടുത്ത തവണ MP ആണ് പറഞ്ഞത്, അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അധികാര കസേരയിലിരിക്കുന്ന ആദ്യ മണിക്കൂറിൽ വഖഫ് ഭേദഗതി നിയമം ഞങ്ങൾ എടുത്തു കളയും. അതായത് മുസ്ലിങ്ങൾക്ക് നിയമാനുസൃതമായ കൊള്ളയടി ഞങ്ങൾ അനുവദിച്ചു നൽകുമെന്ന്. ചൂണ്ടലുണ്ടല്ലോ, ഏതു വസ്തുക്കളും ചൂണ്ടിയെടുക്കാനുള്ള അധികാരം 2013 മൻമോഹൻ സർക്കാർ ഇവർക്ക് ഭേദഗതി ചെയ്ത് ഏവന്റെ സമ്പത്തും കൈചൂണ്ടി നിങ്ങളെടുത്തോ എന്ന് പറയുന്ന നിയമമാക്കി കൊടുക്കുമെന്ന്. കാശ്മീരിൽ 370 എടുത്തു കളഞ്ഞ് വീണ്ടും അവിടം കലാപഭൂമിയാക്കിയും തീവ്രവാദികളുടെ വിളനിലമാക്കിയും മാറ്റുമെന്ന്. പ്രതിഷേധങ്ങൾ നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിയമം കയ്യിലെടുക്കരുതെന്നും. നമുക്ക് നിയമത്തിന്റെ സുരക്ഷ ഉറപ്പുണ്ട്. നിയമത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന നിയമം കയ്യിലെടുക്കരുത് എന്ന് മതതീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന മമത പറയുമ്പോഴും മമത ഉള്ളുകൊണ്ട് ചിരിക്കുവാണ്. നിങ്ങൾ ചെയ്തോ. കാരണം കുറേയധികം ഹിന്ദുക്കളെ ഇല്ലാതാക്കി കിട്ടിയാൽ അത്രയും നല്ലത്. കാരണം ഹിന്ദുക്കൾക്ക് വോട്ട് ബാങ്ക് ഇല്ലല്ലോ. ഇങ്ങനെ നാട് മുഴുവനും ഒരു ഹിന്ദു വിരുദ്ധത, ഹിന്ദുക്കളെ ഇല്ലാതാക്കുക എന്ന പ്രത്യേക അജണ്ടയോടുകൂടി ഈ മത തീവ്രവാദികൾ പോരാടുമ്പോൾ അവരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രീയക്കാരും അവരെ ഭരിക്കുന്ന സർക്കാരും ഇത്തരം ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. ഹിന്ദുക്കൾ ഇപ്പോഴും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും തമ്മി തല്ലിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ എല്ലാ സംഘടനകളും മതത്തിന്റെ പേരിൽ ഒന്നായി നിന്ന് അവരുടെ പൊതുശത്രുവായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളെ ഇല്ലാതാക്കാൻ വേണ്ടി കൈകോർക്കുമ്പോൾ ഇവിടെ സൗന്ദര്യ പിണക്കങ്ങളുടെ പേരിൽ നാത്തൂൻ പോര് നടത്തുന്നുണ്ടല്ലോ. അങ്ങനെ ഇവരിവിടെ പോരടിച്ചുകൊണ്ടിരിക്കുക. അനിക്സ്പ്രേയുടെ പരസ്യം പോലെ, അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടിച്ചാവുന്ന ഒരവസ്ഥയെത്തുമ്പോൾ ഇവര് പഠിച്ചോളും. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയുമെന്ന് പറയുന്നത് പോലെ. നന്ദി.